ഇപ്പോൾ ഞങ്ങളെ ക്യാമ്പനിൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് 2023 2023 ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഇത്രയും വണ്ണവൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. എന്നുവെച്ചാൽ ഇത്ര കലാകാരന്മാരുണ്ടെങ്കിൽ നമുക്ക് പിടിയിലാണ്. കാരണം ഈ ഒരു ക്യാമ്പ് തുടങ്ങുന്നതാണ് നമുക്ക് ലക്ഷദ്വീപിൽ ഇത്രയും നല്ല ടാലൻ്റായ കുറേ കലാകാരന്മാരുണ്ടെന്ന് അറിഞ്ഞത് ശരിക്കും ഈ ക്യാമ്പിലൂടെയാണ്. 2023 ഫസ്റ്റ് ഒരു 28 മക്കാണ് ഉള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്യാമ്പിൽ 34-35 എന്ന ക്യാമ്പാണ്. പക്ഷെ ഇപ്പൊ 56 കലാകാരന്മാരുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ടാർഗറ്റ് ഇത്ര ക്യാൻവാസ് എല്ലാം കരയിന് കൂടെ നമ്മൾ ഇവിടെ അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ടും അപ്പൊ എന്നെ മെയിനായിട്ട് ഇപ്പൊ ഇത്ര കൊണ്ടന്യൂ ആണ്. അപ്പൊ കൊണ്ടന്യൂ ഇപ്പൊ സാധനം കിട്ടാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ ഇത്ര നിർത്തിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം 100 എബോവ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ നമ്മുടെ ലക്ഷദ്വീപ് ജില്ലാ കളക്ടർ ഗിരിശങ്കർ സാറാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോഴും അതുപോലെ അയാൾ തന്നെ വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. മാത്രമല്ല ഇപ്രാവശ്യം ഞങ്ങൾക്ക് അയാൾ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നെ. പക്ഷേ ഭാവിയിൽ ഞങ്ങൾക്ക് വേറൊരു ഉപകാരം മറ്റു കാര്യമുള്ളത് അയാളോട് പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞില്ല. നമുക്കൊരു ആർട്ട് ഗാലറി എന്നുള്ള സാധനം ഇവിടെ ഇല്ല, ദ്വീപിൽ തന്നെ ഇല്ല. ഈ എല്ലാവരും ഈ പൂര പാടുമ്പാട്ട് എല്ലാ ചിത്രവും ഭരിച്ചതിന് ശേഷം എന്നിട്ട് കൊണ്ട് തന്നെ ഫിരെ കൊണ്ട് വയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മറ്റേ ആർട്ട് ഗാലറി ലക്ഷദ്വീപിൽ ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു ദ്വീപിലെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഞങ്ങൾ സാറിനോട് സൂചിപ്പിച്ചിന്. അപ്പോൾ തരുമെന്ന് അയാൾ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നെ. ഷെയർ നല്ല സപ്പോർട്ടുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് മറ്റേ ഭൈരവമണിക്ക് തന്നെ ബസ്സിലേക്ക് മക്കൾക്കെല്ലാം ടിക്കറ്റ് എല്ലാം ബ്ലോക്ക് ചെയ്ത് പിന്നെ പ്രസംഗത്തിൽ ജാഫർ ഷാ സാർ പറഞ്ഞു തന്നെ പ്രത്യേകം ആർട്ടുകാരുടെ കാര്യം. അപ്പൊ അതിന് അയാൾ താൻ നോക്കുന്നത് ശരിയാണ്. അതിന് നോക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അങ്ങ് ഇപ്രാവശ്യം അത് ഈ നഹിഷ് എന്നുള്ള പേരിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്യുവാനും അണ്ടർ തന്നെ ഈ മറ്റേ ഹരിതദ്വീപ് ചിത്രകല ക്യാമ്പ് ഓരോ വർഷവും തോറും ഇപ്പൊ ഇവിടെ കവരത്തിയിലാണ് 3 വർഷം ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇപ്പൊ അടുത്ത വർഷം മറ്റ് ദ്വീപുകളിലേക്ക് പോകാനുള്ള ഒരുക്കപ്പാടിലാണ് ഞങ്ങൾ ഉള്ളത്. അപ്പൊ അതിന് ഉള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം കണ്ട ഈസലുണ്ട്, ഒരുപാട് ഈസലെല്ലാം ഇപ്പൊ അങ്ങ് കഷ്ടപ്പെട്ട് അടിച്ചുണ്ടാക്കിയ ഒരുപാട് ഞങ്ങളുടെ കൂടെ സഹകരിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട് ഇവിടെ ഈ ദ്വീപുകാരായിട്ടുള്ളത്. അപ്പൊ അത് മറ്റ് ദ്വീപിലേക്ക് ഇതുപോലെ കൊടുക്കുവാനും മറ്റ് ദ്വീപ് കാരണം എന്നാലാണ് വിറ്റയിപ്പം കഴിയുക നമുക്കത്. അതിനുള്ള തയ്യാറെടുപ്പിൽ അങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്.